യേശുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മൾക്ക് ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബെത്ലഹേമിൽ പിറന്നിരിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, അതായത് യേശു മാത്രമാണ് ഏക രക്ഷകൻ, വേറെ ഒരു രക്ഷകനില്ല. പക്ഷേ ഈ രക്ഷകൻ നമുക്കായി ജനിച്ചിരിക്കുന്നു. ഈ രക്ഷയുടെ പൂർത്തീകരണം ചെന്ന് നിൽക്കുന്നത് കാൽവരിയിലാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ രക്ഷ നമുക്ക് പൂർണ്ണമായും നമ്മൾ കൈവരിക്കണമെങ്കിൽ നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ ആദ്യം മുതൽ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ വരണം, നമ്മൾ ധ്യാനിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഈ ഒരു വേള നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ആഘോഷങ്ങൾക്കായി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ യോസേപ്പ് പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സഹനങ്ങളും വേദനകളും കാരണം അവരനുഭവിക്കുന്ന ഒരു സംഘർഷത്തിൻ്റേതായിട്ടുള്ളൊരു മേഖലയുണ്ട്. പലായനം, യേശുവിനോട് കൂടെയുള്ള പലായനം, ഇതും കൂടെ നമ്മൾ ആഘോഷിക്കണം. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു.